നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പതറി നിൽക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ ചില സാധ്യതകൾ ആരായുന്ന ആശ്വാസധാര എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവാണ്. പിതാവെ, സ്വാഗതം. അതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കത്ത്, ഇതിനകത്തെ പ്രസക്തമായ ചില ഭാഗങ്ങളാണ് വായിക്കുന്നത്. ഐഡൻറ്റിറ്റി സാധാരണഗതിയിൽ നമ്മൾ ഈ പരിപാടിയിൽ വെളിപ്പെടുത്താറില്ല, ഇവിടെയും നമ്മൾ അത് പാലിക്കുന്നു. അദ്ദേഹം പേരൊക്കെ കൂട്ടിയതാണ് എഴുതിയത്. എൻ്റെ വീട് കോഴിക്കോട് ജില്ലയിലാണ്. എനിക്ക് 45 വയസ്സുണ്ട്. 2 മക്കൾ. അവർ പഠിക്കാൻ മിടുക്കരാണ്. മൂത്ത മകൻ നീറ്റിന് നല്ല റാങ്ക് കിട്ടി MBBSന് ചേർന്നു. എൻ്റെ പ്രശ്നം, എൻ്റെ മാതാപിതാക്കൾ എന്നോട് വലിയ അനീതി കാണിക്കുന്നു എന്നതാണ്. സ്വത്ത് ഭാഗിച്ചപ്പോൾ ഏറ്റവും മോശം ഭൂമിയാണ് അവർ എനിക്ക് തന്നത്. എനിക്ക് 5 സഹോദരന്മാരും 1 സഹോദരിയുമുണ്ട്. സഹോദരന്മാർ നല്ല ഉദ്യോഗങ്ങളിലാണ്. മൂത്തയാളായതുകൊണ്ട് എനിക്ക് അധികം വിദ്യാഭ്യാസമൊന്നും നൽകിയില്ല, പഠിക്കാൻ സാധിച്ചില്ല. അവർക്ക് ഉദ്യോഗമുണ്ടായിട്ടും അവർക്ക് നല്ല സ്ഥലം കൊടുത്തു. എന്നോട് കാണിക്കുന്നത് അനീതിയല്ലേ? അപ്പനോട് എനിക്ക് എന്നും ആദരവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എനിക്കിപ്പോൾ ദേഷ്യമാണ്. എൻ്റെ സഹോദരന്മാരും എന്നെ സഹായിക്കുന്നില്ല. അവർക്കും കുറച്ചുകൂടി നല്ല ഭൂമി കിട്ടട്ടെ എന്നുള്ള ആഗ്രഹമാണ്. അമ്മയ്ക്ക് കാര്യമായ വോയിസ് ഇല്ല. എനിക്ക് ഇപ്പോൾ അവരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, പ്രത്യേകിച്ച് എൻ്റെ സഹോദരന്മാരോടും അപ്പനോടും. ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം? ഞാൻ നിയമവഴിക്ക് പോകണമോ? കലഹത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും തന്ത്രം ഇനിയും സ്വീകരിക്കണമോ? ദയവായി ഉത്തരം നൽകും. വളരെ അധികം പ്രാധാന്യമുള്ള ഒരു ചോദ്യം. പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന ഭവിഷ്യത്ത് അല്ലെങ്കിൽ പ്രതിസന്ധി, പലരെയും വല്ലാതെ ഉലയ്ക്കുന്ന ഒരു പ്രശ്നം, അത്തരമൊന്നാണ് നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് പ്രയോജനം ചെയ്തേക്കാം. വാസ്തവത്തിൽ ഇത് ചിന്തയിൽ നമ്മൾ ആദ്യം ദൈവത്തിൻ്റെ സത്തയിലേക്ക് തന്നെ കടക്കണം എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ആരംഭിക്കേണ്ട പ്രശ്നമല്ല, ദൈവത്തിൽ തന്നെ അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉത്തരം എന്ന നിലയിൽ ഇതിനെ കാണണം എന്ന് ഞാൻ കരുതുകയാണ്. ദൈവം, പരിശുദ്ധ ത്രിത്വം, ത്രിയേക ദൈവം, പങ്കുവയ്ക്കലിൻ്റെ ഏറ്റവും പൂർണ്ണതയുള്ള സ്നേഹത്തനിമ, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണമായ പങ്കുവയ്ക്കലാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയൊക്കെ സൃഷ്ടി. ആ സ്നേഹം കവിഞ്ഞൊഴുകിയതാണ്, പങ്കുവെച്ചതാണ് ഈ സൃഷ്ടപ്രപഞ്ചവും അതിൻ്റെ മകുടമായ മനുഷ്യനും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെച്ച് അവിടുന്ന് സൃഷ്ടിച്ച മനുഷ്യൻ അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് തിരുവചനം പറയും. ഉൽപ്പത്തി പുസ്തകം 1:26-27. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒക്കെ ഛായയിൽ തന്നെ രൂപപ്പെട്ടു എന്നൊരർത്ഥം അതിനുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യൻ ജീവിക്കുന്നത് സ്നേഹത്തിൽ പങ്കുവെച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് അവൻ്റെ ജീവിത നിയോഗം തന്നെ. അപ്പോൾ മാത്രമേ അയാളുടെ ജീവിതം സന്തോഷഭരിതവും അനുഗ്രഹീതവും അർത്ഥപൂർണവും വിജയകരമാകുകയുള്ളൂ. അത് മറക്കുന്ന മനുഷ്യനാണ് പങ്കുവെക്കാതെ പിടിച്ചു വെക്കുന്നത്, അല്ലെ പിടിച്ചു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം പങ്കുവെക്കലിൻ്റെ ആ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാത്ത, അത്തരത്തിലുള്ള ഒരു സ്വത്വബോധം തിരിച്ചറിയാത്ത വ്യക്തിയുടെ ഒരു മനസ്സാണെന്ന് ഓർക്കണം. പങ്കുവെക്കുന്നത് സ്വത്ത് മാത്രമല്ല, വാസ്തവത്തിൽ പങ്കുവെക്കേണ്ടത് ജീവിതം തന്നെയാണ്. ഒരു അപ്പൻ അല്ലെ മാതാപിതാക്കൾ മക്കൾക്ക് ജന്മം കൊടുക്കുമ്പോൾ അതൊരു വലിയ സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും പങ്കുവെക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ലൈംഗിക ബന്ധവും സ്നേഹത്തിലേക്കും ജീവനിലേക്കുമുള്ള തുറവിയിൽ നിന്നായിരിക്കണം എന്ന് സഭ എപ്പോഴും പഠിപ്പിക്കുന്നത്. സ്നേഹം ജീവനായിട്ട് പങ്കുവെക്കുകയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ അവർ പങ്കുചേരുകയാണ്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു ദൈവശാസ്ത്ര പശ്ചാത്തലം. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനെയും നോക്കിക്കാണേണ്ടത് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ പങ്കുവെക്കൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർന്നുകൊണ്ട് തുടങ്ങുന്നത് കുഞ്ഞു ജനിച്ചതിലൂടെ തുടരുകയാണ്. പിന്നെ ആ മാതാപിതാക്കൾ തങ്ങളുടെ സമയം, അറിവ്, കഴിവ്, സമ്പത്ത് ഇതെല്ലാം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പങ്കുവെക്കലിന് ഇവിടെ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അല്ലെങ്കിൽ ആ പങ്കുവെക്കലിൽ ഒരു അപാകതയോ ഒരു പാളിച്ചയോ ഒരു തുല്യതയില്ലായ്മയോ വന്നു. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, അതുകൊണ്ട് എല്ലാ മക്കളും തുല്യരാണ്. വാസ്തവത്തിൽ ഈ തുല്യത എന്നുള്ളത് മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു പാഠമാണ്. അമ്മപക്ഷത്ത് കുറച്ച് പേര് പങ്കുവയ്ക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു നീതിയുടെ ഒരു തലം കൂടി ഉണ്ടാവണം. തുല്യമായിട്ട് പങ്കുവയ്ക്കുക തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ഉണ്ട്.
ഈ അമ്മപക്ഷത്തുള്ളവരും അപ്പംപക്ഷത്തുള്ളവരും എന്നൊക്കെ പറയുന്ന തലത്തിൽ ആളുകളെ കുട്ടികളെ മാറ്റി കാണുന്ന മാതാപിതാക്കളുണ്ട് ഈ ആധുനിക കാലത്തും. അതെന്നും ഉള്ളൊരു പ്രതിഭാസമാണ്. കുറേ പേരോട് പ്രത്യേക സ്നേഹം താല്പര്യം, കുറേ മക്കളെ അമ്മ ചേർത്ത് പിടിക്കും, അപ്പൻ ചേർത്ത് പിടിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ അതും ഈ തുല്യതയൊക്കെ ബാധിച്ചെന്നിരിക്കും. അപ്പോൾ വാസ്തവത്തിൽ നിയമത്തിൻ്റെ മുമ്പിലും ഒരു കുടുംബസ്വത്തിൻ്റെ പങ്കുവയ്ക്കലിൽ, പിതൃസ്വത്തിൻ്റെ പങ്കുവയ്ക്കലിൽ ആൺമക്കൾക്ക് പെൺമക്കൾക്കൊക്കെ തുല്യ അവകാശമുണ്ട്. അതാണ് അതിൻ്റെ ഒരു പൊതു സ്വഭാവം. അപ്പോൾ ഈ തുല്യ അവകാശം ഉണ്ട് എന്ന കാര്യം അപ്പനും അമ്മയും ഒക്കെ തിരിച്ചറിഞ്ഞിരിക്കണം. അത്തരത്തിൽ അത് ഒരുപക്ഷെ ആരോടെങ്കിലും വൈകാരികമായ ഒരു അടുപ്പം തോന്നിയേക്കാം, ചില മക്കളുടെ ഇടപെടലുകൾ കൊണ്ടാവാം അങ്ങനെ. എങ്കിൽ പോലും അതിനപ്പുറം കടന്ന് ചിന്തിക്കാനുള്ള ഒരു വിശാലമായ മനസ്സാണ് ഒരു അപ്പനും അമ്മയ്ക്കും ഉണ്ടാവേണ്ടത്. അത് ഒരു വിശാലമായ പ്രതലമാണത്. മക്കളുടെ കുറവുകൾ പോലും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനപ്പുറം കടന്ന് ചിന്തിക്കാൻ മാത്രമുള്ള ഒരു പാകതയിലേക്ക് എത്തുക എന്നുള്ളത് വളർന്നു വരുന്ന ആ ഒരു വയസ്സിൻ്റെ നന്മയാണത്. ഒരു അപ്പൻ്റെയും അമ്മയുടെയും മനസ്സിൻ്റെ സുഹൃതം കൂടിയാണത്. അതിവിടെ ഒരു പക്ഷെങ്കിൽ ഇല്ലെന്ന് ഈ കത്തിലൊക്കെ സൂചിതമാകുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹൃദയം തുറന്ന് പങ്കുവയ്ക്കുന്ന ഒരു ജീവിതശൈലിയിലേക്ക് ആ കുടുംബം എത്തിയിട്ടില്ല. ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ച പല കാരണങ്ങൾ കണ്ടേക്കാം. അപ്പന്മാർ സ്വത്ത് പങ്കുവയ്ക്കാനായിട്ട് തയ്യാറാകാതെ പോകുന്നുണ്ട് പല കുടുംബങ്ങളിലും. ഈ പല കാരണങ്ങൾ കൊണ്ട് ഈ പങ്കുവയ്ക്കൽ അല്ലെങ്കിൽ ഈ സ്വത്ത് പങ്കുവയ്ക്കാനായിട്ട് പലപ്പോഴും മാതാപിതാക്കൾ മടിച്ചു നിൽക്കാറുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു? കുറേയേറെ കാരണങ്ങളുണ്ടാവും. സാധാരണത്തിൽ നമ്മുടെ ഒരു പേട്രിയാർക്കൽ ഫാമിലി ആണല്ലോ പൊതുവെ പറഞ്ഞാൽ. അപ്പം അപ്പനായിരിക്കും സ്വത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അമ്മയും കൂടി ആലോചിച്ച് ചെയ്യണം, അങ്ങനെ ചെയ്യേണ്ടതുമാണ്. എന്നാൽ പോലും അപ്പൻ ഒരു വലിയ റോൾ അതിനകത്തുണ്ട്, അമ്മയേക്കാൾ കൂടുതൽ. ഈ കുടുംബത്തിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ സ്വത്ത് പങ്കുവയ്ക്കാൻ മടിക്കുന്നത്? എനിക്ക് തോന്നുന്ന 2-3 കാരണങ്ങൾ. ഒന്ന്, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവർക്കുണ്ട്. മക്കൾ പ്രായമായി പക്വതയിലെത്തി അവർക്ക് കുടുംബമായി കഴിഞ്ഞാലും അപ്പൻ വിട്ടുകൊടുക്കുന്നില്ല. കാരണം ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കിടക്കുകയാണ്. ഇത് എൻ്റെ ഭാവി എങ്ങനെയാവും, എന്നെ എൻ്റെ മക്കൾ സംരക്ഷിക്കുമോ എന്നൊരു ഭയം ഉള്ളതുകൊണ്ട് സ്വന്തം പേരിലൊരു വിഹിതം വെക്കാം എന്നുള്ള കാര്യം പോലും മറന്ന് എല്ലാം എൻ്റെ പേരിൽ തന്നെ ഇരിക്കണം എന്ന രീതിയിൽ ഒന്നും വിട്ടുകൊടുക്കുന്നില്ല എന്നൊരു ചിന്തയിലേക്ക് എത്തുന്നുണ്ട്. അതാണ് ഒരു കാര്യം. അതുമാത്രമല്ല, ഒരു പക്ഷെങ്കിൽ ഈ സ്വത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ എൻ്റെ അധികാരം പോകും എന്നൊരു പ്രശ്നമുണ്ട്. അപ്പനൊരു അധികാരത്തിൻ്റെയും എല്ലാം നടത്തുന്ന ഒരു അടയാളമാണല്ലോ. അപ്പനും അമ്മയും ഒക്കെ അങ്ങനെ കുടുംബത്തിൻ്റെ ഒരു തലയാണ്. അപ്പോൾ അങ്ങനെ സ്വന്തം അധികാരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചിന്ത, അത് പലപ്പോഴും വിട്ടുകൊടുക്കാനായിട്ട് മടിയുണ്ടാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഈ സ്വത്തുക്കൾ മക്കൾ അന്യാധീനമാക്കി കളയുമോ, അവർക്ക് കുറിച്ചിട്ടുള്ള ശരിയായ വിശ്വാസമില്ല. ഒരു മക്കളെ വിശ്വാസമില്ലെന്ന് വേണേൽ പറയാം, കഴിവിൽ വിശ്വാസം. അതെ, അവർ ചിലപ്പോൾ നല്ല പ്രഗത്ഭരായിരിക്കും, മിടുമിടുക്കന്മാരായിരിക്കും, ഈ അപ്പനേക്കാൾ ഭംഗിയായിട്ട് കുടുംബത്തെ നോക്കാൻ അല്ലെങ്കിൽ സ്വത്ത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. എങ്കിലും അത് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല, അവരുടെ കഴിവിൽ വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് അന്യാധീനപ്പെടുത്തി കളയുമോ എന്നൊരു ഭയം. അതിനോട് ചേർന്ന് വരുന്നത് തന്നെയാണ് എല്ലാം കൈവിട്ടു പോകുമോ, ഞാനിങ്ങനെ ഒരു ഇറമ്പത്ത് അല്ലെ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് തളയ്ക്കപ്പെടുമോ, അങ്ങനെയുള്ള ഒത്തിരി ഭയങ്ങൾ. ഇതാണ് വാസ്തവത്തിൽ സ്വത്ത് കൊടുക്കാനായിട്ട് പഠിക്കുന്നത്. ഒപ്പം ചില ആളുകളെ സംബന്ധിച്ച ആർത്തിയുണ്ട്, പണത്തോടുള്ള വലിയൊരു ആർത്തി. ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലെങ്കിൽ പോലും പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണെല്ലാം, അത് കൈവിടുകയില്ല, അങ്ങനത്തെ ഒരു ആർത്തി അതുമുണ്ട്. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് വാസ്തവത്തിൽ ഈ സ്വത്ത് ഭാഗിക്കൽ ശരിയായ വിധം നടത്താത്തത്, അല്ലെങ്കിൽ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തത് മക്കൾ പാകതയിൽ എത്തിക്കഴിഞ്ഞിട്ടും. ഇവിടെ ഈ കേസിൽ ഇദ്ദേഹം കൊടുക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട്, ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കാം. എന്തും തയ്യാറാകുമ്പോഴും ഇവിടെയുള്ളൊരു പ്രശ്നം ഒരു അനീതിയുടെ പ്രശ്നമാണ്. വേണ്ട വിധം കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കത്തിൽ ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ അനുജന്മാർ, ജ്യേഷ്ഠനാണല്ലോ ഇദ്ദേഹം, അനുജന്മാർ തന്നെ. എന്നാൽ ചേട്ടന് വാസ്തവത്തിൽ പലതരത്തിലും ബുദ്ധിമുട്ടുന്നുണ്ട്. മക്കളെ പഠിപ്പിച്ച് ഒത്തിരി പൈസയായി, അദ്ദേഹത്തിന് നല്ലൊരു ജോലിയില്ല. അപ്പോൾ ആ നിലയ്ക്കുന്ന ജ്യേഷ്ഠന് ഒരു നല്ല ഭാഗം കൊടുക്കട്ടെ എന്ന് ചിന്തിക്കേണ്ടവരാണ്. പക്ഷേ അവരങ്ങനെ ചിന്തിക്കുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾക്കുള്ളത്രയും തന്നെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ്, ഈ കത്തനുസരിച്ചാണെങ്കിൽ. അപ്പോൾ ഒരു പരിഗണനയില്ലായ്മ ഇവിടെ ഉണ്ട്. അതിൻ്റെ പിറകിൽ വാസ്തവത്തിൽ അസൂയ ഉണ്ടാകാൻ ചിലപ്പോഴും. ഇയാളുടെ മക്കൾ മൂത്തയാൾ MBBS പഠിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നീറ്റിൽ നല്ല റാങ്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൽ ഒരുപക്ഷെ അസൂയക്കൊരു കാരണമാകാതൊക്കെ സഹോദരന്മാർ തമ്മിലാണെങ്കിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരാൾക്ക് ലഭിക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാനുഷിക പ്രവണത അല്ലെങ്കിൽ ഒരു അനുചിതമായ ഒരു മനോഭാവമാണ് ഈ അസൂയ. അസൂയ വലിയ അപകടകരമാണ്. അപ്പോൾ ഈ അസൂയ കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇവരുടെ മക്കൾ ഒരുപക്ഷെ അത്രയും തന്നെ പഠിച്ചെത്തിയവരാകണം എന്ന് നിർബന്ധമില്ല. ഈ
റൈവൽറി ചെറുപ്പത്തിലെ സിബ്ലിങ്സിൻ്റെ ഇടയിൽ തന്നെ റൈവൽറി ഉണ്ട്. ഈ സിബ്ലിംഗ് റൈവൽറി പോലും ചിലപ്പോൾ ഇതിനൊക്കെ കാരണമാകാം, പലതരത്തിലും വരാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന അസൂയ കൊണ്ട് തന്നെ ഒരു പക്ഷെങ്കിൽ ഇവരാരും സഹകരിച്ചില്ല എന്ന് വരാം. പൂർവ്വ ജോസഫിൻ്റെ കഥയും ഇത്തരം ഒരു അസൂയയുടെ നല്ലൊരു അധ്യായമാണത്. പൂർവ്വ യോസേപ്പിൻ്റെ കഥയിൽ എത്ര മനോഹരമായിട്ടാണ് ആ കഥയുടെ കഥയല്ല ചരിത്രത്തിൻ്റെ ഇതറുകൾ വിരിഞ്ഞു വരുന്നത്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആകെപ്പാടെ സ്തബ്ധരായി നിന്ന് പോകും. കാരണം പൂർവ്വ യോസേപ്പ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം. വാസ്തവത്തിൽ ഈ ജ്യേഷ്ഠ സഹോദരന്മാർക്ക് ഇദ്ദേഹത്തോട് അസൂയ തോന്നാനുണ്ടായ കാരണം തന്നെ എന്താണ്? അപ്പൻ്റെ ഇഷ്ടപുത്രനാണ് ഇവൻ, അതുകൊണ്ടാണ് ഇവനോട് അസൂയ ഉണ്ടാകാൻ ഒരു കാരണം. രണ്ടാമത്, ഇവൻ കാണുന്ന ഒരു സ്വപ്നം, അത് ജ്യേഷ്ഠന്മാരെക്കാൾ ഇവൻ ഉയർന്നു നിൽക്കുന്നതായിട്ട് ആ സ്വപ്നത്തിൽ അവർക്ക് അനുഭവപ്പെടുന്നു. അങ്ങനെ ഞങ്ങളെക്കാളൊന്നും ഇവൻ ഉയരേണ്ട കാര്യമില്ല, താഴെ നിന്നാൽ മതി എന്നവർ ചിന്തിക്കുകയാണ്. അപ്പം ഇടയ്ക്കുള്ള ഒരു വലിയ റൈവൽറി അവിടെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ആരാ വലുത് ചെറുത് അങ്ങനത്തെ ചിന്തകൾ. അതുകൊണ്ട് തന്നെ അവരാരും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അവരെ തേടി ചെല്ലുന്ന, അപ്പം പറഞ്ഞു വിട്ടതാണ്, അവരെ അന്വേഷിച്ച് പോയി അവർക്ക് വേണ്ടി അവരെ തേടി ആഹാരമൊക്കെ ആയിട്ട് പോകുന്ന ഈ ചെറുപ്പക്കാരൻ, ഈ പയ്യൻ, ഇവനെ വകവരുത്താനായിട്ട് അവർ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ എന്തൊരു കഷ്ടമാണത്. പിന്നെ റൂബൻ എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠനാണ് ഇത്തിരി അനുകമ്പ കാണിച്ചിട്ടുന്ന, പിന്നെ ഇവനെ ഒരു കിണറ്റിൽ തള്ളിയിട്ടിട്ട് രക്ഷപ്പെടുത്തി എടുക്കാമെന്നൊക്കെ നോക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? മറ്റു സഹോദരന്മാരെല്ലാം കൂടെ ഇവനെ അവിടേക്ക് കടന്നു പോകുന്ന ബിസിനസ്സുകാർക്ക്, ഈജിപ്തിലേക്ക് പോകുന്ന ബിസിനസ്സുകാർക്ക്, കച്ചവടക്കാർക്ക് വിറ്റ് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കുന്ന ഈ മനുഷ്യന് ഇതെല്ലാം തിരിച്ചറിയുകയല്ലേ. പക്ഷെ ദൈവം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവത്തിൽ ആശ്രയിച്ചു ജോസഫ്. അതുകൊണ്ട് ജോസഫ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറുന്നു. പിന്നീട് വരുന്ന രംഗങ്ങളാണ് നമ്മുടെ കണ്ണു നിറയ്ക്കുന്നത്. അത്രയും വലിയ അധികാരത്തിലേക്ക് വന്ന് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറിയ ഈ മനുഷ്യൻ വാസ്തവത്തിൽ ഈ ജ്യേഷ്ഠ സഹോദരന്മാരെ ഒരു നല്ല പാഠം പഠിപ്പിക്കായിരുന്നു. അപ്പനോട് സ്നേഹം സഹതാപം കാണിച്ചാലും ഈ സഹോദരങ്ങളോട് നല്ല പാഠം പഠിപ്പിക്കായിരുന്നു. പക്ഷേ ഈ സഹോദരങ്ങൾ അവസാനം എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് പട്ടിണി കൊണ്ടും മടുത്തിട്ട് ഈജിപ്തിൽ എത്തിച്ചേരുന്ന സമയത്ത് ഇദ്ദേഹം അവരോട് പെരുമാറുന്ന വിധം നമ്മൾ അതിശയിപ്പിക്കും. വാസ്തവത്തിൽ ഇദ്ദേഹം പറയുന്ന 45-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ ഇദ്ദേഹം പറയുന്ന ആ വാക്യങ്ങൾ, സഹോദരന്മാരെ വെളിപ്പെടുത്തിയതിന് ശേഷമാണ്, സഹോദരന്മാരെ, എന്നെ നിങ്ങൾ വിറ്റുകളഞ്ഞതിനെക്കുറിച്ച് അല്പം പോലും, മിദിയാൻകാർക്ക് നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞതിനെക്കുറിച്ച് അല്പം പോലും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് മുമ്പേ എന്നെ ദൈവമാണ് ഇങ്ങോട്ട് അയച്ചത്. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നഷ്ടം വരാതിരിക്കാൻ, ഐശ്വര്യമുണ്ടാകാൻ, അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചതെന്ന് പറയുന്ന ആ ഒരു വലിയ കാര്യം. വാസ്തവത്തിൽ ആ മനസ്സെന്ന് പറയുന്നത് എത്ര വലുതാണ്. ആ ഒരു മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. ആ കുടുംബം വാസ്തവത്തിൽ ഒരു വലിയ പുതിയ മാനസാന്തരാനുഭവത്തിലേക്ക് വരികയല്ലേ ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ. എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഉന്നതമായ ചിന്ത, അവരെ മാനിക്കുന്ന ഒരു ചിന്ത ഈ സഹോദരന്മാരുടെ ഇടയിൽ, നമ്മളിപ്പോൾ കത്തിൽ ശ്രവിച്ച കുടുംബത്തിൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഉണ്ടായാൽ അതിന് വലിയ കാര്യമാണ്. ഒരുപക്ഷെ അവരിത് ശ്രവിക്കുന്നുണ്ടാവാം. അങ്ങനത്തെ ഒരു ഉദാരമായ ചിന്തയിൽ നിന്നാണ് വാസ്തവത്തിൽ എല്ലാ നന്മകളും രൂപപ്പെട്ടു വരുന്നത്. വാസ്തവത്തിൽ അവിടെ ഉയരുന്നതും വളരുന്നതുമെല്ലാം ജോസഫാണ്. അസൂയയില്ലാതെ, പ്രതികാര ചിന്തയില്ലാതെ, എല്ലാം സ്നേഹത്തോടു കൂടി സ്വീകരിക്കാൻ തയ്യാറായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയും വളർച്ചയുമാണ് ജോസഫിൻ്റെ ജീവിതപാഠം. മനോഹരമാണത്. ഈ ജീവിത വിജയത്തിന് പിന്നിൽ ഈ പിതൃസ്വത്തിന് വലിയ പങ്കൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ചുറ്റുപാടുള്ള ലോകത്തെ വിലയിരുത്തുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വളരെ സത്യമാണ് സാർ പറഞ്ഞത്. പലപ്പോഴും നമ്മുടെ ഒരു വളരെ പാർഷ്യലായിട്ടുള്ളൊരു ചിന്തയാണ് ഈ സ്വത്താണ് ഒരാളുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്നത് എന്ന്. സ്വത്തിനേക്കാൾ ഇവർ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. വാസ്തവത്തിൽ ഒരു വർഗസമര സിദ്ധാന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പലപ്പോഴും അങ്ങനെയൊക്കെ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. സമ്പത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള അന്തരങ്ങൾക്കപ്പുറത്തുള്ള വലിയ കാഴ്ചപ്പാടുകളുണ്ടല്ലോ. സാമ്പത്തിക അന്തരങ്ങൾ എന്നതിനേക്കാളൊക്കെ ഉപരിയുള്ള ഉന്നതമായ ചിന്തകളുണ്ട്. അതുകൊണ്ട് ഈ ഒരു മനുഷ്യനെ അവനാക്കി തീർക്കുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രമായ ഭാവങ്ങളുണ്ട്. അവൻ്റെ കഴിവ്, അവൻ്റെ സിദ്ധികൾ, അവൻ്റെ സാധ്യതകൾ, ഒപ്പം അവൻ്റെ സമ്പത്തും, അവനനുഭവിക്കുന്ന ആ ഒരു ദൈവാശ്രയ ബോധത്തിൽ നിന്ന് അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ട്. അത് പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ട് കൂടിയാണ് ഈ സ്വത്തിനോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം. ഈ കൂടെയുള്ള സഹോദരന്മാരൊക്കെ സ്വത്തുണ്ടെങ്കിൽ മാത്രമേ എല്ലാം ശരിയാകൂ എന്ന് ചിന്തിക്കുന്നു. പണത്തിനും ഇതേ പരുന്തും പറക്കുകയില്ല എന്നുള്ള ചൊല്ല് വാസ്തവത്തിൽ വളരെ അപകടകരമായ ഒരു ചൊല്ലാണ്. പണമുണ്ടെങ്കിൽ എല്ലാം പിടിയിൽ ഒതുക്കാമെന്നും അങ്ങനെ പിടിയിലൊതുക്കിയാൽ എല്ലാം നേടിക്കഴിഞ്ഞെന്നും സംതൃപ്തിയും സാഫല്യവും നേടിയെന്നും പറയുന്നത്
തികഞ്ഞ അബദ്ധമാണ്. പണം ഒരു ഘടകം മാത്രമാണ്, മോശമെന്നല്ല, ആവശ്യമായ ഘടകമാണ്. പക്ഷേ അതിൽ അമിതമായിട്ട് അഭിരമിച്ചാൽ അതിനകത്ത് വലിയ അപകടമുണ്ട്. മറ്റു പലതും കൈവിട്ടു പോകും. അതും അവിഹിതമായ മാർഗത്തിലൂടെ നേടുന്ന സമ്പത്ത് കൈവിട്ടു പോകുന്ന കാഴ്ച ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അവിഹിതമായിട്ട് ഒരു ബ്ലേഡ് പലിശയ്ക്ക് ഒരുത്തൻ പണം ഉണ്ടാക്കുന്നു, മറ്റുള്ളവരുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട്. വേറൊരുത്തൻ തട്ടിച്ചും മോട്ടിച്ചും എടുക്കുന്നു, അല്ലെങ്കിൽ വെട്ടിപ്പ് നടത്തി ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ എത്രയോ ആളുകൾ പലതരത്തിലുമുള്ള അഴിമതിയിലൂടെ പണം സമാഹരിച്ചെടുത്ത് അത് ആസ്വദിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതൊന്നും അവർക്ക് അർത്ഥവത്തായി അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. ചരിത്രം അതാണ്, ലോകത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നതാണ്. അവിഹിതമായിട്ട് വന്നു ചേരുന്ന സ്വത്ത് ഒരിക്കലും മുതൽക്കൂട്ടായി മാറുന്നില്ല. ജീവിതത്തിൽ സമാധാനവും സന്തോഷം കെടുത്തിക്കളയും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുറ്റബോധം തന്നെയാണ്. മനസ്സാക്ഷി തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് നിനക്കുള്ളതല്ല, ഇത് അവരൻ്റെ സ്വത്താണ്, ആരൊക്കെയോ ഇതിൻ്റെ പിറകിൽ കണ്ണീരൊഴുക്കുന്നുണ്ട്, ആരൊക്കെയോ ഇതിൻ്റെ പിറകിൽ വേദനിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിനക്കിത് ഉപകരിക്കുകയില്ല എന്നുള്ള ചിന്ത തന്നെ ഒരു കുറ്റബോധമാണ്. ഇത് മാത്രമല്ല, അതിൻ്റെ പിറകിലുള്ള അധാർമികത അത് അയാളുടെ ജീവിതത്തെ ഇങ്ങനെ വേട്ടയാടും. വലിയ പ്രതിസന്ധിയാണ്. അത് ആ കുടുംബത്തിൽ പോലും ഉള്ള സന്തോഷം കൂടെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് അധാർമിക സ്വത്തെന്ന് പറയുന്നത് തികച്ചും അപകടകരമായ ഒരു ചിന്തയാണ്. അത് മനുഷ്യലോകത്തിൽ നിന്ന് ഏറി വരികയാണ്. അതിഭൗതികതയുടെ ഈ കാലഘട്ടത്തിൽ സ്വത്തിന് വേണ്ടിയിട്ടുള്ള വല്ലാത്ത പരിശ്രമങ്ങൾ എല്ലാം ഒരുമിച്ച് കൂട്ടിവെക്കുന്ന ഒരു സമ്പ്രദായം ഉത്തരാധുനികതയുടെ ഒരു പ്രത്യേകത തന്നെയാണല്ലോ. ഇങ്ങനെ ഭൗതികമായ ഒരു ചിന്ത, ഭൗതികവാദം. അപ്പോൾ ആ ഭൗതികവാദത്തിൽ ഇങ്ങനെ അഭിരമിക്കുന്ന മനുഷ്യന് എത്ര കൂട്ടിവെച്ചാലും കൂടിപ്പോകുന്നില്ല. അതിങ്ങനെ കൂട്ടിവെക്കുകയാണ്, വിട്ടുകൊടുക്കുന്നില്ല. പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ക്രിസ്തീയതയുടെ പാഠം. യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയതയുടെ പാഠവും യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ ഒരു ഉദാത്തമായ ഭാവം അതാണ്. അതിനു പകരം കൂട്ടിവെക്കുമ്പോഴാണ് കൂടി വരുന്നതെന്നുള്ള ആ ഒരു ശാസ്ത്രം, ആ ഒരു കണക്ക്, അത് വാസ്തവത്തിൽ തെറ്റാണ്. അത് ഗണിതശാസ്ത്രത്തിൽ ശരിയാകാം, പക്ഷേ അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂട്ടിവെക്കുമ്പോഴല്ല കൂടി വരുന്നത്, പങ്കുവെക്കുമ്പോഴാണ് വർദ്ധിച്ചു വരുന്നതാണ് സത്യം. അപ്പോൾ ഈ ചിന്തകൾക്ക് ഒത്തിരി വെളിച്ചമുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മനുഷ്യന് ഇനി ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണോ, ഇതിനു വേണ്ടിയിട്ട് കലഹിക്കുകയോ അതല്ലെങ്കിൽ കേസ് കൊടുക്കണമോ, നിയമസമ്മർദ്ദങ്ങൾ നടത്തുകയോ ആരെങ്കിലും അതിനുവേണ്ടി അങ്ങനെയുള്ള ഒരു കലഹത്തിലേക്ക് കടക്കണോ? എനിക്ക് മനോഹരമായ ഒരു കഥയാണ് എൻ്റെ മുമ്പിൽ. കഥയല്ല, ചരിത്രം. ബൈബിളിലൊരു മനോഹരമായ ഒരു ചിത്രമുണ്ട്, അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും ചിത്രം. അബ്രാഹം വിശ്വാസികളുടെ പിതാവാണ്, ജനതകളുടെ പിതാവാണ്, ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ചൊരു മനുഷ്യനാണ്. ലോത്ത് ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനാണ് ലോത്ത്, അബ്രാഹത്തിൻ്റെ. ഇവർക്ക് രണ്ടുപേർക്കും സ്വത്തുണ്ട്, രണ്ടുപേർക്കും ധാരാളം ദാസിദാസന്മാരുമുണ്ട്. ഇവർ മുൻപോട്ട് അവരുടെ ജീവിതം ഒരുമിച്ച് നീങ്ങുന്ന സമയത്ത് ഈ ദാസിദാസന്മാർ തമ്മിലൊക്കെ ഒത്തിരി കലഹങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് ഈ പലതിൻ്റെ അധികാരത്തിൻ്റെ സ്വത്തിൻ്റെ ഒക്കെ പേര് പലതരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നു കണ്ടപ്പോൾ അബ്രാഹം ഇത് തിരിച്ചറിഞ്ഞു. അബ്രാഹം പറഞ്ഞു, മോനെ, ഞാനൊരു കാര്യം പറയാം. നമ്മൾ തമ്മിലും ഈ ദാസിദാസന്മാർ തമ്മിലും ഒക്കെയുള്ള ഈ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പരസ്പരം ഭാഗിച്ച് നമ്മുടെ സ്വത്ത് പങ്കിട്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങാം, നല്ല ബന്ധത്തെ തുടരുകയും ചെയ്യാം. അപ്പോൾ ഇത് പറയുമ്പം ലോത്ത് അതിന് സമ്മതം മൂളുന്നു. അബ്രാഹം കൂട്ടിച്ചേർത്തൊരു കാര്യം, ലോകത്തിനൊന്നും ചോദിക്കേണ്ടി പോലും വന്നില്ല. അബ്രാഹം പറയുന്നു, നീ വലത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊക്കോളാം, നീ കിഴക്കോട്ട് പോകുന്നെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് പൊക്കോളാം, നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തു. പക്ഷേ ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ അവരുടെ മുമ്പിൽ അവർക്കുള്ള സമ്പാദ്യം വളരെ വ്യത്യസ്തമായ ഭൂപ്രദേശമാണ്. കിഴക്കുള്ള മനോഹരമായ യോർദാൻ താഴ്വര എന്ന് പറയുന്നത് നല്ല വിളഞ്ഞു കിടക്കുന്ന വിളഭൂമിയാണ്, സമൃദ്ധമായ ഹരിതാഭമായ ഒരു സ്ഥലമാണിത്. പടിഞ്ഞാറുള്ള മറ്റു തരത്തിലുള്ള മലയും കല്ലിടുക്കും ചേർന്ന സ്ഥലം വേറെ, അതൊന്നും കൃഷിക്ക് യോജിച്ചതൊന്നും അല്ല. അപ്പോൾ നല്ല ഉദാരമായിട്ടാണ് അബ്രാഹാം പറഞ്ഞത്, ഇഷ്ടമുള്ള എടുത്തോളാൻ പറഞ്ഞു. ഇത് വലിയ ലോട്ടറി അടിച്ച പോലെയാണല്ലോ എന്നാണ് ലോത്ത് വിചാരിച്ചത്. എന്നാൽ പിന്നെ ചേട്ടാ, ഞാൻ ആ പറഞ്ഞ പോലെ അങ്ങ് ഈ കിഴക്ക് ഭാഗം അങ്ങ് എടുത്താൽ കുഴപ്പമില്ലല്ലോ എന്ന് ലോത്ത്. അബ്രാഹാം പറഞ്ഞു, മോനെ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ പോലെ നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുക്കും. ഏറ്റവും മനോഹരമായ സമൃദ്ധമായ ഫലസമൃദ്ധമായ കിഴക്ക് പ്രദേശം, യോർദാൻ്റെ ആ സമതലം മുഴുവനും ലോത്ത് അങ്ങ് വകഞ്ഞെടുത്തു. അബ്രാഹാം പടിഞ്ഞാറോട്ട് യാത്ര ചെയ്തു. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് പിന്നീട് അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ മനസ്സിലാകും. വളരെ അപകടകരമായൊരു സാഹചര്യത്തിലേക്ക് ലോത്ത് എത്തിച്ചേരുന്നു. അദ്ദേഹം ശത്രുക്കൾ ആക്രമിക്കുന്നു, അദ്ദേഹത്തിന് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു. അബ്രാഹത്തെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു എന്ന് മാത്രമല്ല, അബ്രാഹമാണ് പിന്നെ ഈ ലോത്തിനെയും രക്ഷിച്ചെടുക്കുന്നതെന്ന് ഓർക്കണം. അപ്പം വിട്ടുകൊടുത്ത മനുഷ്യന് സമൃദ്ധമായ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു.
അബ്രാഹാം ഒരു തരത്തിൽ ലോത്തിനെ ശപിച്ചൊന്നുമില്ല കേട്ടോ. അബ്രാഹാം പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ഒരാളുടെ സ്വാർത്ഥം, ഒരാളുടെ അമിതമായ ധനത്തോടുള്ള ആസക്തി, അത് അയാളെ കൊണ്ട് അപകടത്തിലെത്തിച്ചെന്ന് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. ഇതൊരു വലിയ ഒരു പാഠമാണിത് നമുക്ക് തരുന്നൊരു പാഠം. ഒരു പക്ഷെങ്കിൽ ഈ ചോദ്യത്തിനകത്ത് പോലെയുള്ള ഉത്തരം ഈ ഒരു ബൈബിൾ ചരിത്രത്തിൽ കിടപ്പുണ്ട്. അബ്രാഹത്തിൻ്റെ ഒരു സമീപനത്തിനകത്ത് വിട്ടുകൊടുക്കുമ്പോഴുണ്ടാകുന്ന വലിയൊരു ഭാഗ്യം. അതിനകത്ത് അനീതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു സമർപ്പണമുണ്ട്. അവിടെ ദൈവം ഇടപെടുകയാണ്. ദൈവമാണ് യഥാർത്ഥ നീതിയുടെ ഉറവിടം. ദൈവം യഥാർത്ഥ നീതിയുടെ ഉറവിടമായതുകൊണ്ട് ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നീതി ഉണ്ടാവും. അപ്പം അങ്ങനെ സമർപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വളരെ നന്നായിട്ട് പഠിക്കുന്നവരാണെന്ന് പറയുന്നു. അവരൊക്കെ ഭാവിയിൽ വലിയ നിലകളിൽ എത്തിച്ചേരാനായിട്ടുള്ള സാധ്യത തീർച്ചയായിട്ടും ഈ കത്തിൻ്റെ അകത്ത് സൂചനയിൽ നിന്ന് തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇദ്ദേഹം മക്കളെ സമ്പത്തായി കണ്ടയാളാണ്. യഥാർത്ഥത്തിൽ മക്കളെയാണ് സമ്പത്തായിട്ട് കാണേണ്ടത്. ദൈവം തരുന്നതാണ് എല്ലാം. ദൈവത്തിൻ്റെ ദാനമാണ് ഭൗമിക സ്വത്ത്. അതിനേക്കാൾ വലിയൊരു ദാനമാണ് ജീവൻ എന്ന മഹാദാനം. അത് മക്കളിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പം ഭൗമിക സ്വത്തിനേക്കാൾ ഉപരിയുള്ള വലിയ ദാനമാണ്, സ്വത്താണ് മക്കളെന്നുള്ള തിരിച്ചറിവ്. അത് ഈ മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ മക്കളെ നന്നായിട്ട് പഠിപ്പിച്ച് നല്ല നിലകളിലൊക്കെ എത്തിച്ചത്. ഒരുപക്ഷെ അദ്ദേഹം ഒരു കർഷകനാണ്. ആ കാർഷിക വൃത്തിയിലുണ്ടാകുന്ന പരിമിതമായ വരുമാനം കൊണ്ട് തന്നെ അതെല്ലാം ചെലവഴിച്ച് പഠിപ്പിച്ചു. അതുകൊണ്ട് നിശ്ചയമായിട്ടും ദൈവം തരുന്നത് മതി. ഞാൻ എൻ്റെ അപ്പനെ സ്നേഹത്തോടു കൂടി കാണുന്നു. അപ്പൻ എനിക്ക് തരുന്ന എന്താണേലും അത് മതി. അതിൽ കൂടുതലൊന്നും ഞാൻ ശാഠ്യം പിടിക്കുന്നില്ല. അപ്പനുണ്ടാക്കിയ സ്വത്ത് അപ്പൻ്റെ അവകാശമാണ്, ആർക്ക് വേണേലും കൊടുക്കാം. അത് തുല്യമായി പങ്കുവയ്ക്കുക എന്നുള്ളത് അപ്പൻ്റെ കടമയാണ്, ശരിയാ. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹത്തിനത് കഴിഞ്ഞില്ല എന്നതിൻ്റെ പേരിലും അദ്ദേഹം എൻ്റെ അപ്പനല്ലാതാകുന്നില്ല. അപ്പൻ എനിക്ക് ദൈവം തന്ന ദാനമാണ്. ഈ പിതാവിലൂടെയാണ് ദൈവം എനിക്ക് ജന്മം നൽകിയത്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു പകരക്കാരനില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ നല്ല ആദരവോടും സ്നേഹത്തോടും കൂടി ഞാൻ പണ്ട് കണ്ടതുപോലെ തന്നെ ഇപ്പോഴും കാണുന്നു. ആ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ അദ്ദേഹത്തെ സമീപിക്കുന്നു. എനിക്ക് ഇനി വെറുക്കേണ്ട കാര്യമില്ല. ഈശോമിശിഹായോടുള്ള സ്നേഹത്തെ പ്രതി, ദൈവത്തോടുള്ള എൻ്റെ ആ ഒരു ബന്ധത്തെ പ്രതി ഞാൻ നിരുപാധികം ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അപ്പനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ നിരുപാധികം മാപ്പ് കൊടുത്തുകൊണ്ട് അപ്പൻ തരുന്ന എന്താണേലും എനിക്കത് മതി എന്ന് പറയുന്നൊരു വലിയ ഒരു ചിന്തയുണ്ട്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്ന മറ്റൊരു ഫിലിമുണ്ട്. ഒരു പഴയ ഫിലിമാണിത്, വാത്സല്യം. സാർ ഒരു പക്ഷേ കണ്ടിരിക്കും. അത് തീർച്ചയായും ശ്രദ്ധേയമായൊരു സിനിമ അല്ലേ? വാത്സല്യത്തിനകത്ത് മമ്മൂട്ടി എന്ന കഥാപാത്രം ആ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ അനുജനെ പഠിപ്പിച്ചു വലുതാക്കി, വക്കീലാക്കി, നല്ല നിലയിൽ എത്തിച്ചു, വലിയ സാമ്പത്തികം ഉണ്ടായി, ഒരു വലിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിപ്പിച്ചു. ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് ഈ ചേട്ടനാണ്. നല്ലൊരു കുടുംബം. അപ്പോൾ ഈ ചേട്ടൻ ആണ് അമ്മയോട് ചേർന്നുകൊണ്ട്, അപ്പൻ മരിച്ചു പോയി എന്ന് തോന്നുന്നു, അപ്പോൾ അമ്മയോട് ചേർന്നുകൊണ്ട് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഈ ചേട്ടൻ അവസാനം തിരസ്കൃതനാവുകയാണ്. സ്വത്ത് ഭാഗിക്കുന്ന കാര്യം വരുമ്പോഴത്തേനും മക്കളെല്ലാം ഒരുമിച്ച് കൂടുന്നു. ആകപ്പാടെ എല്ലാവരെയും സംരക്ഷിച്ച്, എല്ലാവരെയും പഠിപ്പിച്ച്, പെൺമക്കളെയും പഠിപ്പിച്ച്, കല്യാണം കഴിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ച ഈ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന വ്യക്തി തിരസ്കൃതനാകുക മാത്രമല്ല, ഒന്നും ഇല്ലാത്തവനെ പോലെ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആരെയും പഴിച്ചുകൊണ്ടല്ല. ഒരു സിനിമയുടെ ഇതിവൃത്തമാണെങ്കിൽ പോലും എന്തൊരു വലിയ ഉദാരതയുടെയും എന്തൊരു വലിയ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെ അടയാളമാണ് ആ മനുഷ്യൻ. ആരെയും പഴിക്കാതെ ഇറങ്ങിപ്പോകുന്നു. എന്നിട്ടൊരു കൊച്ചു കുടിലുണ്ടാക്കി താമസിക്കുന്നു. എന്നിട്ട് അവിടെ കഠിനാധ്വാനം ചെയ്യുക, ഒരു നിലത്ത് അങ്ങനെ കൃഷി ചെയ്യുന്നു. പക്ഷേ ഈ കുടുംബം, ഈ അനുജൻ്റെ ആർത്തിയുടെ കുടുംബം, അതുപോലെ മറ്റു കുടുംബങ്ങൾ അതിനോട് ചേർന്നുള്ളതൊക്കെ, പ്രത്യേകിച്ച് അനുജൻ്റെ കുടുംബം, ആർത്തിയുടെ കുടുംബം തകരുകയാണ്. അവിടെ പലതുകൊണ്ടും ഭാര്യയായിട്ട് കലഹിക്കുന്നു, എല്ലാ പ്രശ്നമാകുന്നു. പക്ഷേ ഈ കൊച്ചു കുടുംബം സമൃദ്ധിയിൽ വളരുകയാണ്. സിനിമ അവിടെ അവസാനിക്കും. പക്ഷേ എന്തൊരു സ്നേഹബന്ധമാണ് ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, മക്കളുമാരുള്ള ബന്ധം. അങ്ങനെ ഒരു വലിയ നല്ലൊരു അടയാളം പോലെ ആ സിനിമ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തിരുവചനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് പോലെ, അബ്രാഹത്തിൻ്റെ ജീവിതം നമുക്ക് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് പോലെ, ഈ വിട്ടുകൊടുക്കലിലൂടെ ഉണ്ടാകുന്ന വലിയ ഒരു വളർച്ചയുടെ സംസ്കാരം, ഈ എഴുത്തിൽ ആ മക്കളൊക്കെ വളർന്ന് മിടുക്കരായി നല്ല നിലയിൽ എത്തിച്ചേർന്ന് ഒരുപക്ഷെ മറ്റാരേക്കാളും കൂടുതൽ സന്തോഷവും സൗഭാഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം അനുഭവിക്കാൻ പോണത് ഈ സഹോദരനായിരിക്കും. അതിന് വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. അവിടെ കലഹിക്കാനും മത്സരിക്കാനും വാശി പിടിക്കാനും വെറുക്കാനും ഇടയായാൽ ആ അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പനോട് പറയാം, അനുജന്മാരോട് സംസാരിക്കാം, സ്നേഹത്തോടെ സംസാരിക്കാം, അവസ്ഥകളെക്കുറിച്ച് പറയാം,
ആരെങ്കിലും വേണമെങ്കിൽ ഇടനിലക്കാരായി നിന്ന് പറയുന്നതിന് പോലും കുഴപ്പമില്ല. ന്യായമായ രീതിയിലൊക്കെ അവതരിപ്പിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പരിഭവമില്ലാതെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെയും വെളിച്ചത്തിൽ നിരുപാധികം തരുന്നത് സ്വീകരിച്ചുകൊണ്ട് മാറുമ്പോൾ കിട്ടുന്ന വലിയൊരു കൃപ. ആരെയും അതിൻ്റെ പേര് പഴിക്കുകയോ ശപിക്കുകയോ ചെയ്യരുത്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കണം. വലിയ കൃപയായിട്ട് മാറും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അത്തരത്തിലൊരു വെളിച്ചം ഈ കത്തിൻ്റെ ഉടമയ്ക്ക് ലഭിച്ചാൽ അത് ആ കുടുംബത്തിന് തന്നെ ഐശ്വര്യമായി മാറും. അതോടൊപ്പം തന്നെ നമ്മളിവിടെ പങ്കുവെച്ച കാര്യങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ആ കുടുംബത്തിൻ്റെ പിതാവിന് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ഒക്കെ മാറി ചിന്തിക്കാനിടയായാൽ അതും വലിയ ഒരു കാര്യം തന്നെയായിരിക്കും. സമാനമായ ജീവിത സാഹചര്യങ്ങളിൽ വല്ലാതെ വിഷമിക്കുന്ന, നട്ടം തിരിയുന്ന സ്വത്ത് ഭാഗിക്കലിൻ്റെ വിഷയങ്ങൾ ഉണ്ടെന്ന് പലതരത്തിലും. പോലീസ് അകമ്പടിയോടുകൂടിയൊക്കെ സ്വത്ത് ഭാഗിക്കേണ്ട ഗതികേടുള്ള കുടുംബങ്ങളുണ്ട്. കൂട്ടുകുടുംബങ്ങളായിട്ട് ഒരുമിച്ച് ഉണ്ടുമുറങ്ങി കഴിഞ്ഞവരൊക്കെ പണത്തിൻ്റെ കാര്യം വരുമ്പോഴേക്കും എല്ലാം മറക്കുകയാണ്. പരസ്പരം തല്ലിക്കൊല്ലാനും കടിച്ചു കയറാനുമുള്ള ശ്രമം പോലെ അങ്ങനെ അകന്നു നിൽക്കുന്ന വല്ലാത്ത ദുരവസ്ഥയിലേക്ക് മാറുന്നു. സമ്പത്തിനെ നിർത്തേണ്ട ഇടത്ത് നിർത്തിയിട്ട് ദൈവത്തെ സമ്പത്തായി കാണുക. ദൈവം ജീവിതത്തിൻ്റെ നാഥനും സമ്പത്തുമായി മാറുമ്പോൾ ബാക്കിയുള്ളതെല്ലാം അവിടുന്ന് ചിട്ടപ്പെടുത്തിക്കൊള്ളും. ആ വലിയൊരു കാഴ്ചപ്പാടിലേക്കും ബോധ്യത്തിലേക്കും വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട കുടുംബത്തെ, ഈ കത്തിൻ്റെ ഉടമയെ, ആ സാഹചര്യങ്ങളെയെല്ലാം ദൈവത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. ദൈവം ഇവരെയും ഇവരുടെ നിയോഗങ്ങളെയും എല്ലാം കരുണയോടെ കടാക്ഷിച്ച് അനുഗ്രഹിച്ച് ഐശ്വര്യപൂർണ്ണമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വെളിച്ചത്തിൻ്റെ പുഴ ഒഴുകട്ടെ. ഹൃദയരേഖകളിൽ നിന്ന് എല്ലാ വെറുപ്പും മാഞ്ഞു പോകട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.